നമസ്കാരം. ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ പാതകൾ ഇന്ന് മാലിന്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ്. ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങൾ, റോക്കറ്റ് ഭാഗങ്ങൾ, തകർന്ന ലോഹക്കഷ്ണങ്ങൾ എന്നിവ മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ഭൂമിക്ക് ചുറ്റും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവയുടെ സാന്ദ്രത വർദ്ധിക്കുന്നത് ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളെയും നിലവിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം. നിലവിൽ ഏകദേശം 12,000 സജീവ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട്. 2030 ഇത് 40,000 കടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ പുതിയ വിക്ഷേപണവും ബഹിരാകാശത്തെ തിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത് ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും അത്തരത്തിലുണ്ടാകുന്ന ഓരോ കൂട്ടിയിടിയും ആയിരക്കണക്കിന് പുതിയ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കെസ്ലർ സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന ഈ അവസ്ഥയുണ്ടായാൽ ബഹിരാകാശ മാലിന്യങ്ങൾ ഒരു ശൃംഖലാ പ്രതികരണം എന്നോണം വർദ്ധിക്കുകയും ഭ്രമണപഥം മനുഷ്യന് അപ്രാപ്യമാവുകയും ചെയ്യും. വെറും മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ലോഹകഷ്ണങ്ങൾ പോലും അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതാൽ ബഹിരാകാശ നിലയത്തിനോ സ്പേസ് സ്യൂട്ടിലോ കേടുപാടുകൾ ഉണ്ടാക്കുവാൻ ശേഷിയുള്ളതാണ്. ഈ പ്രതിസന്ധി നേരിടുവാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി സീറോ ഡെബ്രി ചാർട്ടർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 2030 ബഹിരാകാശ മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ അവയുടെ കാലാവധി കഴിയുമ്പോൾ സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് നീക്കം ചെയ്യുക, ബഹിരാകാശത്തെ സ്ഫോടനങ്ങൾ തടയുക, മാലിന്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നിവയാണ് ഈ ചാർട്ടറിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നിലവിൽ ബഹിരാകാശത്തുള്ള മാലിന്യങ്ങളിൽ 1% മാത്രമേ നമുക്ക് കൃത്യമായി നിരീക്ഷിക്കുവാൻ കഴിയുന്നുള്ളൂ എന്നത് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ബഹിരാകാശ ശുചീകരണത്തിനായി വിവിധ നൂതന മാർഗങ്ങളാണ് ശാസ്ത്രജ്ഞർ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ വലകൾ ഉപയോഗിച്ചോ റോബോട്ടിക് കൈകൾ ഉപയോഗിച്ചോ പിടിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ട് കരിച്ചു കളയുക, ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് അവയുടെ പാത മാറ്റുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഭാവിയിൽ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ അവ പുനരുപയോഗിക്കുവാനോ ഇന്ധനം നിറയ്ക്കുവാനോ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ISRO അടക്കമുള്ള ഏജൻസികൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരുന്നുമുണ്ട്. ബഹിരാകാശ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതവും വളരെ വലുതാണ്. ഉപഗ്രഹങ്ങൾ തകരാറിലാകുന്നത് വഴി പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നു. ഒരു വലിയ കൂട്ടിയിടി സംഭവിച്ചാൽ GPS, ഇൻ്റർനെറ്റ്, കാലാവസ്ഥ നിരീക്ഷണം എന്നിവ തകരാറിലാവുകയും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് $200 ബില്യൺ നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ വരും തലമുറകൾക്ക് കൂടി ബഹിരാകാശം പ്രയോജനപ്പെടണമെങ്കിൽ വിക്ഷേപണങ്ങൾക്കൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ലോകരാജ്യങ്ങൾ മുൻഗണന നൽകേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.